ദുബായിലും അബുദാബിയിലും തമിഴിൽ ബ്ലോഗുകൾ എഴുതുന്ന എൻ്റെ സുഹൃത്തുക്കൾ കുറച്ച് പേരുണ്ട്. കില്ലർജി, ഒരു മനോജ് സ്വാമിനാഥൻ, ഒരു പരിവൈ സേകുമാർ എന്നൊക്കെ. അവരെയൊക്കെ പറ്റിയാൽ ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു. അതിൽ പരിവൈ സേകുമാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹമായിട്ട് ഫോണിൽ സംസാരിച്ച് പറ്റിയാൽ അബുദാബി സിറ്റിക്ക് വരുമ്പോൾ കാണാം എന്ന് തീരുമാനിച്ചു. 3-ാം ദിവസമായ 28 ഒക്ടോബർ രാവിലെ മെട്രോ സ്റ്റേഷനിൽ നിന്നും റെഡ് ലൈനിൽ അവസാനത്തെ സ്റ്റേഷനായ സെൻട്രൽ പോയിന്റിൽ ഞങ്ങൾ ഇറങ്ങാൻ തീരുമാനിച്ചു. കാരണം സെൻട്രൽ പോയിന്റ് സ്റ്റേഷൻ്റെ അടുത്താണ് ജമാലിക്കയുടെ വീട്. അപ്പോൾ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ആമിർ കൊണ്ടുവന്ന വാനിൽ കയറി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ എത്തി. ജമാലിക്കയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഹസീനയും ദുബായിലുള്ള സർക്കാർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മകളായ ഹന്നയും ഹസ്ബൻഡും 2 കുട്ടികളും ദുബായിൽ തന്നെയാണ്. മൂത്ത മകനായ അമീനും രണ്ടാമത്തെ മകനായ ആമിറും അദ്ദേഹത്തിൻ്റെ തന്നെ ജ്യേഷ്ഠൻ നടത്തുന്ന ഡൈവ് ടെക് എന്ന് പറയുന്ന കപ്പൽ മെയിൻ്റനൻസ് ഒക്കെ നടത്തുന്ന ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ട് പിന്നീട് പറയുന്നുണ്ട്. ഇതുകൂടാതെ 10ലും 9ലും പഠിക്കുന്ന 2 ആൺകുട്ടികളൂടെ അദ്ദേഹത്തിനുണ്ട്. അന്ന് ഞങ്ങളുടെ കൂടെ ജമാലിക്കയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹസീനയും മകള് ഹന്നയും അവരുടെ മക്കളായ 2 കുഞ്ഞുങ്ങളും വണ്ടി ഓടിക്കാൻ ആമിറും വരുന്നുണ്ട്. അന്ന് ഞങ്ങൾ പോകാനിരിക്കുന്നത് അബുദാബി ഗ്രാൻഡ് മോസ്കിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ദുബായ് റോഡുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ വാനിൻ്റെ സൈഡിൽ കാണുന്ന ആകാശമുട്ട വളർന്നു നിൽക്കുന്ന കെട്ടിടങ്ങളൊക്കെ കാണാൻ എന്ത് ഭംഗി. എഴുത്തുകാരൊക്കെ വിശേഷിപ്പിക്കുന്നത് പോലെ ഇതൊരു കോൺക്രീറ്റ് വനം തന്നെയാണ്. ദൂരെ നമ്മൾ കാണുന്നത് 150 മീറ്റർ ഉയരമുള്ള ദുബായ് ഫ്രെയിമാണ്. അതിൽ കയറിയാൽ 2 ടവറിനും ഇടയ്ക്ക് ഉള്ള ഗ്ലാസ് വേയിലൂടെ നമ്മൾക്ക് നടക്കാം. സാധാരണ ഒരു ഫിഷർമാൻമാരുടെ ഒരു വില്ലേജ് ആയിരുന്ന ആ ദുബായ് എങ്ങനെയാണ് ഇത്രയും വലിയ വേൾഡ് ബിസിനസ് ഹബ്ബായി മാറിയത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു എക്സിബിഷനും അവിടെ ഉണ്ട്. അവിടെ ചെല്ലാൻ പറ്റുമോ എന്ന് സംശയമുണ്ട്. അബുദാബിക്ക് പോകുന്ന വഴിക്ക് മരുഭൂമിയുടെ നടുക്ക് ലാസ്റ്റ് എക്സിറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലം കണ്ടാൽ ഏതാണ്ട് ഹോളിവുഡ് സിനിമയ്ക്ക് ഒരു സെറ്റിങ്സ് ഒക്കെ ഇട്ടതുപോലെ തോന്നും. ഫുഡ് ട്രക്കുകളും വലിയ വാഹനങ്ങളും ടയറുകളും ഒക്കെ കൂട്ടിയിട്ട് കാണുമ്പോൾ തന്നെ ഒരു ഒരു അന്തരീക്ഷമാണ്.
ഭിത്തിയിലൊക്കെ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ടുണ്ട്. മുകളിൽ വാഹനങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട്, വാഹനങ്ങളുടെ പാർട്സുകൾ തൂക്കിയിട്ടിട്ടുണ്ട്. കാണാൻ തന്നെ ഒരു ഭീകര അന്തരീക്ഷമാണ്. അങ്ങനെ ലാസ്റ്റ് എക്സിറ്റിൽ നിന്നും ഞങ്ങളും എക്സിറ്റായി വെളിയിലേക്ക് വന്നു. ഇനി അടുത്ത് ഗ്രാൻഡ് മോസ്കിലേക്കുള്ള യാത്ര. അബുദാബിയിലുള്ള 2007 ഇനാഗറേറ്റ് ചെയ്യപ്പെട്ട ദ ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്ക് ഒരേ സമയത്ത് 40,000 പേർക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ള ഒരു മോസ്ക്. മീറ്റർ ഹൈറ്റുള്ള 4 മിനാരങ്ങൾ ഉണ്ട്. ഒരു 1,80,000 ചതുരടി ഏരിയ ഉണ്ട്. അവിടെ 33 അടി ഡയമീറ്ററും 49 അടി ഹൈറ്റുമുള്ള ഒരു ഷാൻഡലിയർ, ഒരു വിളക്ക്, തൂക്കിയിട്ടിട്ടുള്ള ഒരു വിളക്ക്. അതിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഗ്രാൻഡ് മോസ്കിൽ തിരിച്ചു വരുമ്പോൾ ഇലക്ട്രിക് കാർ ഫെസിലിറ്റി ഉണ്ട്. ഞങ്ങളെല്ലാവരും അതിൽ കയറി പാർക്കിംഗ് ഏരിയയ്ക്ക് വന്ന് കാറിൽ കയറി വീണ്ടും ഞങ്ങൾ യാത്ര തിരിച്ചു. അതിനുശേഷം മനോഹരമായ അബുദാബി സിറ്റിയിലൂടെ ഒരു യാത്ര. ഇപ്പം നമ്മൾ കാണുന്നത് കോയിൻ ബിൽഡിംഗ്. ഏകദേശം ഒരു കോയിൻ്റെ രൂപത്തിൽ വട്ടത്തിൽ പണിതതുകൊണ്ട് ഇതങ്ങനെയാണ്, ആ പേരാണ് കോയിൻ ബിൽഡിംഗ്. നമ്മളിപ്പോൾ കാണുന്ന ബിൽഡിങ്ങിൻ്റെ പേര് പൈനാപ്പിൾ ബിൽഡിംഗ്. ഏകദേശം പൈനാപ്പിളിൻ്റെ രൂപത്തിലുള്ള ഒരു ബിൽഡിങ്ങാണ്. മണിക്ക് അബുദാബി സിറ്റിയിലുള്ള കാലിക്കറ്റ് റെസ്റ്റോറൻറ്റിൽ നിന്നും നല്ല ഭക്ഷണം കിട്ടി. അത് കഴിച്ചു. പിന്നീട് ബ്ലോഗർ കുമാറിനെ ഒന്ന് വിളിച്ചു. അദ്ദേഹം ഒരുപാട് ദൂരെയാണ്. ഞങ്ങളിനിയും ജബൽ ഹഫീത്തിലേക്ക് പോവുകയും വേണം. നീണ്ട യാത്രയാണ്. അവ കാണാൻ കഴിയില്ല എന്നുള്ളത് രണ്ടുപേരും മനസ്സിലാക്കി അദ്ദേഹത്തിനോട് ഞാൻ യാത്ര പറഞ്ഞ്
ജബൽ ഹഫീത്തിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. നീണ്ട 3 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അല്ലൈനിലുള്ള ജബൽ ഹഫീത്ത് എന്ന് പറയുന്ന മലയുടെ മുകളിലെത്തി. ശക്തമായി വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റ്, മഞ്ഞ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന അവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ ചിതറിക്കിടക്കുന്ന പോലെ വളരെ മനോഹരമായ ലൈറ്റുകൾ കത്തിക്കിടക്കുന്ന സിറ്റി. ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത കാഴ്ചകൾ. 1959 ഡെൻമാർക്കുകാരായ ആർക്കിയോളജിസ്റ്റുകൾ അവിടെ നടത്തിയ ഗവേഷണത്തിൽ 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജബൽ ഹഫീത്തിൽ മനുഷ്യ താമസം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ജബൽ ഹഫീത്ത് മലയുടെ മുകളിൽ അധികം സമയം ഞങ്ങൾ ചിലവാക്കിയില്ല. അതിനുശേഷം അവിടുന്ന് താഴേക്കിറങ്ങി ഗ്രീൻ മുബസറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. ചെറിയ ഒരു നീരൊഴുക്ക്, ഹഫീത്ത് മലയിൽ നിന്നും ഒഴുകി വരുന്ന ഒരു ചെറിയ സ്ട്രീമാണ്. മിക്കവാറും അല്ലൈനിലുള്ളവരും UAEയിലുള്ളവരുടെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സെൻ്ററാണെന്ന് തോന്നുന്നു. വാഹനങ്ങളിൽ ഇരിക്കാനുള്ള സൗകര്യവും വിരിക്കാനുള്ള സാധനങ്ങളുമായിട്ട് വന്നിട്ട് ഉള്ള സ്ഥലങ്ങളിലെല്ലാം ആൾക്കാർ ഇരുന്ന് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ മനോഹരമായ ഒരു കാഴ്ച. അതിനുശേഷം ജബൽ ഹഫീത്തിനും ഗ്രീൻ മുബസറായിക്കും യാത്ര പറഞ്ഞ് ഞങ്ങൾ യാത്ര തിരിച്ചു. ജമാലിക്കയുടെ വീട്ടിൽ ജമാലിക്കയുടെ ഫാമിലിയെ ഇറക്കിയ ശേഷം ആമിർ ഞങ്ങളെ കൊണ്ട് മെലഡി ക്വീനിൽ വന്ന് അവിടെ ഞങ്ങളുടെ ലോഡ്ജിൽ ആക്കി തിരിച്ചു പോയി. രാവിലെ 9 മണി മുതൽ രാത്രി 1 മണി വരെ വാഹനമോടിച്ച് ഞങ്ങളെയൊക്കെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയ ആമിറിൻ്റെ സഹായം ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒന്നാണ്. ഇനി അടുത്ത ദിവസം വേറെ ഒരു ദിക്കിലേക്കാണ്. അപ്പോൾ അവിടേക്ക് അടുത്ത പാർട്ടിൽ നമ്മൾ കാണാം. ഓക്കെ, നന്ദി, നമസ്കാരം.